നിലമ്പൂരിലേക്കാണ് ഇനി. നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്താൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം പ്രചാരണത്തിന് യുഡിഎഫിന്റെ മുതിർന്ന നേതാക്കളും എൽഡിഎഫ് മന്ത്രിമാരും മണ്ഡലത്തിലെത്തും. സ്വരാജിനായി 10 മന്ത്രിമാരാണ് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിലമ്പൂരിൽ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം യുഡിഎഫ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിൽ രൂക്ഷ വിമർശനം തുടരുകയാണ് സിപിഐഎം. എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത രൂപമായി യുഡിഎഫ് മാറിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. നിലമ്പൂർ മണ്ഡലത്തിലും കേരളത്തിൽ ഉടനീളവും ഇതിന്റെ പ്രത്യാഘാതം കോൺഗ്രസും യുഡിഎഫും അനുഭവിക്കേണ്ടി വരുമെന്നും എം.വി. ഗോവിന്ദൻ. എല്ലാ വർഗീയ ശക്തികളുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വർഗീയതയ്ക്കെതിരായിട്ട് ഒരക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് യുഡിഎഫ് മാറിയിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിൻ്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പ്രത്യാഘാതം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം കാണാൻ പോകുന്ന ചിത്രം. ജമാഅത്തെ ഇസ്ലാമി മുമ്പും യുഡിഎഫിന്റെ ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിച്ചതെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും കുറ്റപ്പെടുത്തി. ഇത്തരം ഘട്ടങ്ങളിൽ ചേരേണ്ടവർ തന്നെയാണ് ചേരുകയെന്നും സ്വരാജ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും എം സ്വരാജ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിലെ ഒരു ഘടകകക്ഷിയെ പോലെ, ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഭാഗം. അവരുടെ പിന്തുണ യുഡിഎഫിനായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു എന്നേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. അത്തരം ശക്തികൾക്കെതിരെ വളരെ ഉറച്ചൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു സാധ്യത അവിടെ ഇല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുക. അതിൽ ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഞാൻ കാണുന്നില്ല. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവും ബെൻസൺ ബാബു എന്നിവരാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ബിനിൽ ലീല സാബുവിലേക്കാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. യുഡിഎഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം കഴിഞ്ഞ പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ സിപിഐഎം പ്രധാന പ്രചാരണ ആയുധമാക്കിയിരുന്നു. അതൊരു പരസ്യമായ സഖ്യമാണ് എന്ന വിധത്തിലുള്ള ആരോപണമായിരുന്നു. ഇന്നിപ്പോൾ ഇതാ നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സിപിഐഎം. അപ്പോൾ PDP എന്ന് പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ സിപിഐഎമ്മിനാണ് എന്ന് പറയുമ്പോൾ എം.വി. ഗോവിന്ദൻ പറയുന്നത് PDP പീഡിപ്പിക്കപ്പെട്ട പാർട്ടിയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ? ഈ പ്രചാരണത്തെ എത്ര കണ്ട് ശക്തമായി സിപിഐഎം നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നുണ്ട്? ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വെൽഫെയർ പാർട്ടിയുടെ യുഡിഎഫ് പിന്തുണയാണ്. ഇന്നലെയാണ് പരസ്യമായി അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. അതെന്തായാലും എൽഡിഎഫ് രാഷ്ട്രീയ ആയുധമാക്കും. അവരുടെ പ്രചരണത്തിൽ അതുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പാലക്കാടും ചേലക്കര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മളത് കണ്ടതുമാണ്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെയൊന്നും ഇത് എൽഡിഎഫിന് ഗുണകരമായില്ല എന്നുള്ളതാണ്. കാരണം 2019 മുതൽ ഈ ഒരു പ്രചാരണമുണ്ട്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നത് യുഡിഎഫിന് തന്നെയാണ്. അതിനു മുമ്പ് എൽഡിഎഫിനെയും പിന്തുണച്ചിട്ടുണ്ട്. അതിനുശേഷം 2019 മുതൽ എന്നാണ് റസാഖ് പാലേരി ഇതിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം ആര്യയുടെ ഷൗക്കത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇപ്പോൾ ഞാനുള്ളത് യുഡിഎഫിന്റെ പ്രചാരണ ഇടമാണ്. ഇത് ചുങ്കത്തറ പഞ്ചായത്താണ്. അവിടെ മാമ്പൂർ എന്ന പ്രദേശമാണ്. ഇവിടെയാണ് ഇന്നത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അദ്ദേഹം അവിടെ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും നിലവിൽ കോൺഗ്രസ് നേതൃത്വം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യുഡിഎഫ് നേതാക്കൾ പറയുന്നത് ആരുടെയും വോട്ട് വേണ്ട എന്ന് വെക്കില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നതും. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അത് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക്, അത്തരത്തിൽ അസോസിയേറ്റ് അംഗത്വം നേരത്തെ ചർച്ചയായിരുന്നു. അതായത് വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് അംഗമാക്കണം എന്ന രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ആ ഒരു ചർച്ച യുഡിഎഫുമായി വെൽഫെയർ പാർട്ടി നടത്തിയതുമാണ്. പക്ഷേ അവർ അത് പരസ്യമായി തള്ളുകയാണ്. അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് നിലവിൽ ഈ വെൽഫെയർ പാർട്ടി പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരമൊരു ചർച്ച നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് യുഡിഎഫ് നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അതിനുശേഷം ഇക്കാര്യത്തിൽ ആലോചിക്കാം, ആ ചർച്ചയാവാം എന്ന നിലപാടാണ് യുഡിഎഫ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള പാർട്ടികൾക്ക് ഉള്ളത്. ഇവിടെ എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടെ ഉദ്ഘാടകൻ. അദ്ദേഹം ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമങ്ങളെ അദ്ദേഹം കാണും. ആ കാര്യത്തിൽ പ്രതികരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
വെൽഫെയർ പാർട്ടിക്ക് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ വോട്ടുള്ള മേഖലയാണ് നിലമ്പൂർ. ആ പിന്തുണ കൊണ്ട് ആര്യൻ ഷൗക്കത്തിന് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് UDFന്റെ ഒരു വിലയിരുത്തൽ. അത്തരത്തിലൊരു കണക്കുകൂടലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ PDP നേരത്തെ ബില്ലിൽ സൂചിപ്പിച്ച PDP വോട്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കുക. നേരത്തെ രാജ്മോഹനോട് തന്നെ ഒരു പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞതും PDP ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെത്തുന്നത്. എന്തായാലും ഈ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങുന്ന പ്രചാരണത്തെ ആ രീതിയിൽ തള്ളി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF തീരുമാനം. എന്തായാലും ഇന്നത്തെ പ്രചാരണ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. മാമ്പൂർ പ്രദേശത്താണ്, ചിത്ര പഞ്ചായത്തിലാണ് ഇന്നത്തെ പ്രചാരണം ഊർജിതമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് നിലമ്പൂരിലേക്കുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെയുണ്ട്, KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട UDFന്റെ അടക്കം കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിലുണ്ട്. അങ്ങനെ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ഒരു നീക്കമാണ് UDFന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ശരി, എന്താണ് LDF ക്യാമ്പിൽ നടക്കുന്നത് എന്നുകൂടി നോക്കാം. ബിനിൽ തുടരുക. ബെൻസൻ ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബെൻസൻ, ഇപ്പോൾ ബിനിൽ ലീല സാബു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വലിയ നേതാക്കളുടെ കൂട്ടമാണ് നിലമ്പൂർ കേന്ദ്രീകരിച്ച്. അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 18-ാം തീയതിയാണല്ലോ വോട്ടെടുപ്പ്. അപ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇക്കാര്യങ്ങൾക്കെല്ലാം വേണ്ടി അവശേഷിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ അവസാനഘട്ട പ്രചാരണ പരിപാടി? ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. CM എത്തിയോ നിലമ്പൂരിൽ? ബെൻസൻ. ബിനിൽ, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. LDFന്റെ പ്രചാരണം, ആദ്യഘട്ട പ്രചാരണ പരിപാടികൾ ഇന്നത്തോടെ അവസാനിക്കും. 7 പഞ്ചായത്തുകളിലെ പ്രചാരണ പരിപാടികളിലും അതോടൊപ്പം തന്നെ 7 പഞ്ചായത്തുകളിലെ പ്രചാരണ പരിപാടികൾ ഇന്നത്തോടെ അവസാനിക്കും. ഇന്ന് ചുങ്കത്തറയിലാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളടക്കം, മന്ത്രിമാരടക്കം നിരവധി ആളുകൾ, CPMന്റെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും അടക്കം നിരവധി ആളുകൾ ഇന്നു മുതൽ പ്രചാരണത്തിന്റെ ഭാഗമായി നിലമ്പൂരിലുണ്ട്. 10 മന്ത്രിമാരാണ് ഇന്ന് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. ബിന്ദു അടക്കമുള്ള ബിന്ദു, അതോടൊപ്പം ഗണേഷ് കുമാർ, അബ്ദുറഹിമാൻ അടക്കമുള്ള മന്ത്രിമാർ, 10 മന്ത്രിമാരാണ് ക്യാമ്പ് ചെയ്ത് നിലമ്പൂരിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നിലമ്പൂരിലല്ല, മലപ്പുറത്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സെക്രട്ടേറിയറ്റ് ഏകദേശം 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അതായത് ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഒരു അവലോകനം ഉണ്ടാകും. മുൻപോട്ടുള്ള പ്രചാരണ പരിപാടികൾ ഏത് നിലയ്ക്കാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും എന്നതിനെ പറ്റിയുള്ള വിശകലനവും വിശദീകരണവും ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും. അതിനെല്ലാം വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തരമായി കൂടുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിമാർ വിവിധ പരിപാടികളിലാണ് രാവിലെ മുതൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യഥാർത്ഥത്തിൽ ഈ പൊതു ഇലക്ഷൻ, നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പെല്ലാം നടക്കുമ്പോൾ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രചാരണമായിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ സംസ്ഥാനത്ത് ഒരു ഒറ്റ മണ്ഡലത്തിൽ മാത്രം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ സർക്കാർ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ മുഴുവൻ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ പ്രദേശത്ത് കേന്ദ്രീകരിക്കുകയാണല്ലോ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചൊരു അത്ഭുതമായിരിക്കും. കാരണം മന്ത്രിസഭയിലെ മുഴുവൻ ആളുകൾ അവിടെ എത്തുന്നു, കോൺഗ്രസിന്റെ UDFന്റെ മുതിർന്ന നേതാക്കൾ എത്തുന്നു. ടെലിവിഷനുകളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഫീഡുകളിൽ മാത്രം കാണുന്ന ആളുകളെ നേരിട്ട് കാണുന്നു. അവർ വോട്ട് ചോദിക്കാൻ എത്തുന്നു. വീട് വീടാന്തരം മന്ത്രിമാർ കയറി ഇറങ്ങുന്നു. അതങ്ങനെ ഒരു കൗതുക കാഴ്ച കൂടിയാണ് നിലമ്പൂർ ഇനി മുതൽ കാണാൻ പോകുന്നത്. അതേ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം LDFന്റെ പ്രധാന മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തുന്നു, മന്ത്രിമാരെല്ലാവരും എത്തുന്നു, UDFന്റെ മുതിർന്ന പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തുന്നു. അങ്ങനെ NDAയുടെ എല്ലാ നേതാക്കളും തന്നെ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിനെ അടുത്ത ദിവസം യൂസഫ് പത്താൻ എത്തുന്നു. 13-ാം തീയതി മുതൽ 3 ദിവസം മുഖ്യമന്ത്രി വീണ്ടും മണ്ഡലത്തിലെത്തി പ്രചാരണത്തിലുണ്ട്. പ്രിയങ്ക ഗാന്ധി എത്തുന്നു. അങ്ങനെ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം, അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കളടക്കം ഈ നിലമ്പൂരിലേക്ക് എത്തി പ്രചാരണത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അതിൽ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഒരു വലിയ കൗതുകം ഉണ്ടാകും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അവരെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ആശങ്കയും അവർക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയം അവർക്കുണ്ട്. ഈ അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പ് എന്ന് പല കോണുകളിൽ നിന്നുമുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നടക്കുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങളാണോ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തങ്ങളുടെ ഈ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അടിസ്ഥാന
അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യവും ജനങ്ങളുടെ ഭാഗത്തു നിന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉറപ്പായും ജനങ്ങൾക്ക് അതൊരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുമ്പോൾ പോലും കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു. ബെൻസൺ ബാബുവും ഒപ്പം ബിനിൽ ലീല സാബുവുമാണ് വിവരങ്ങളുമായി ചേർന്നത്. നേരത്തെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് പറഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിപ്പോയിരുന്നു. ജൂൺ 18-ാം തീയതി അല്ല 19-ാം തീയതിയാണ് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 9 ദിവസം മാത്രമാണ് നിലമ്പൂരിന്റെ വിധി അറിയാൻ, അല്ലെങ്കിൽ വിധി എഴുത്തിന് ബാക്കി നിൽക്കുന്നത്. ദിവസങ്ങൾക്കകം വിധി അറിയുകയും ചെയ്യാം.